പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. എല്ലാ സൃഷ്ടിജാലങ്ങളോടും തങ്ങളുടെ സൃഷ്ടാവിൻ്റെ മഹോന്നതമായ നാമത്തെ പാടി സ്തുതിക്കാൻ, സങ്കീർത്തനങ്ങളിലൂടെ അവനെ ആരാധിക്കാൻ ഈ ഗാനത്തിൻ്റെ ഈരടികൾ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ക്രിസ്തുമസ് ചിന്തയിൽ ആ മഹോന്നതമായ നാമം ലോർഡ്, കർത്താവ്. ക്രിസ്തുമസ് ദിനത്തെ നമ്മൾ മറ്റൊരു വാക്കിൽ ഇപ്രകാരം പറയാറുണ്ട്: നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ. മറ്റേതൊരു ജന്മദിനത്തെക്കാളും ഈ ക്രിസ്തുമസ് ദിനം, ഈ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വച്ചിരിക്കുന്നതിൻ്റെയും കാരണവും അതുതന്നെയാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളാണ്. കർത്താവെന്ന അഭിധാനം ദൈവത്തിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മാനുഷികമായ ഒരു ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്ക് സാധ്യമല്ല. ഇതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. കാരണം വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല. യേശു ഈ പ്രപഞ്ചത്തിൻ്റെയും പാപത്തിൻ്റെയും പിശാചിൻ്റെയും മേൽ അധികാരം നേടിക്കൊണ്ട് എല്ലാറ്റിനുമുപരിയായി മരണത്തെ പരാജയപ്പെടുത്തി തൻ്റെ പുനരുത്ഥാനത്തിലൂടെ താൻ കർത്താവാണ് എന്ന് തെളിയിച്ചു. ആ നാമത്തെ സ്വയം ഏറ്റെടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എപ്പോഴൊക്കെ കർത്താവ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ദൈവിക അധികാരത്തെയാണ് സൂചിപ്പിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം മുതൽ നാം അതാണ് വ്യക്തമായിട്ട് കാണുന്നത്: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അതെ, യേശുവാണ് കർത്താവ്. യേശുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നാഥൻ. അതുകൊണ്ടാണ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ലോകം മനസ്സിലാക്കുന്ന ഒരു അധികാരത്തിൻ്റെ ദർശനമല്ല. മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ദൈവികമായ അധികാരമാണ്. നാം ആരും നഷ്ടപ്പെട്ടു പോകാതെ നമ്മെ എല്ലാവരെയും അവിടുന്ന് ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് ഒരു ശിശുവായി ഈ ലോകത്തിൽ പിറന്നു. ശുശ്രൂഷയുടെ അധികാരം നമുക്ക് കാട്ടിത്തന്നു. കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി പിറന്ന നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ്സുകൾ നമിക്കാം. അവിടുത്തെ തിരുമുമ്പിൽ, അവിടുത്തെ തൃപ്പാദത്തിങ്കൽ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും നമുക്ക് സമർപ്പിക്കാം.